നമസ്കാരം. ഇന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു വാക്കാണ് സ്ട്രെസ് അല്ലെങ്കിൽ പിരിമുറുക്കം എന്നത്. എന്താണ് ഈ സ്ട്രെസ്? നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ മറികടക്കാനുള്ള വിഭവങ്ങൾ ഇല്ലെന്ന ചിന്തയോ തോന്നലോ ആണത്. ഏത് സ്ട്രെസ്സിനെയും നേരിടാനുള്ള മാർഗം അതിനെ മറികടക്കാനുള്ള സാഹചര്യങ്ങളും വിഭവങ്ങളും കണ്ടെത്തുക എന്നതാണ്. അത് മനസ്സിനിണങ്ങിയ ഒരു സുഹൃത്താകാം, നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളിലേക്ക് തിരിയുന്നതിനൊപ്പം നിരുത്സാഹപ്പെടുത്തുന്നവരിൽ നിന്ന് കണ്ണൊന്ന് മാറ്റുന്നതാകാം, അവരുടെ നിരുത്സാഹപ്പെടുത്തലിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് തിരിച്ചടിക്കുന്നതാകാം. പ്രതിസന്ധിയെ മറികടക്കാൻ സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി സ്ട്രെസ്സിനെ മറികടക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമ്മൾ പിരിമുറുക്കത്തിലാണെങ്കിൽ അത് വെറും തോന്നലുമാകാം. ഇനി സ്ട്രെസ് ഇല്ലാതെ ഒരു ജോലി എങ്ങനെ തീർക്കാമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിനൊരു വഴിയുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് ഒരു ജോലി തീർക്കാൻ നൽകപ്പെട്ടിരിക്കുന്നത് 1 മണിക്കൂറാണെന്ന് വിചാരിക്കുക. ഇതിനെ 2ആയി വിഭജിക്കുക. ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള ജോലി ചെയ്ത് തീർത്താൽ സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാം. അതല്ല, ആദ്യ ഭാഗത്ത് ജോലിയൊന്നും ചെയ്യാതെ രണ്ടാമത്തെ പകുതിയിൽ ജോലി തീർക്കാമെന്ന് വിചാരിച്ചാൽ സമയത്ത് ജോലി തീരുമോ എന്നോർത്ത് നമ്മൾ പിരിമുറുക്കത്തിലേക്ക് നീങ്ങാം. പഠിക്കുന്ന കുട്ടികളും ഈ രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് പരീക്ഷയെ നേരിടാനാവും.